രാഘവന്റെ ബോഡിയിൽ നിന്നും കേടിക്ക് സിഗരറ്റിന്റെ കവറിൽ എഴുതിയ ഒരു കുറിപ്പ് കിട്ടിയിരുന്നു. അതിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എഴുതിയിരുന്നു. അത് വായിച്ച് കേടി വല്ലാതെ സങ്കടത്തിലാവുന്നുണ്ട്. അങ്ങനെ സങ്കടത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങി അവന്റെ വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോൾ കേടി വണ്ടിയുടെ ഗ്ലാസ്സിൽ ഒരു ഫോട്ടോ കാണുന്നു. അതെടുത്ത് നോക്കിയപ്പോൾ അത് രജിതയുടെ ഫോട്ടോ ആയിരുന്നു. ഫോട്ടോയിൽ അവളുടെ കഴുത്തിന് ചുവന്ന മഷ കൊണ്ട് ഒരു വെട്ട് വെട്ടിയിട്ടുണ്ട്. കേടി ഉടനെ തന്നെ രജിതയെ ഫോൺ വിളിച്ച് എവിടെയാണ്, ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചപ്പോൾ രജിത വീട്ടിലാണ്, ഒറ്റയ്ക്കല്ല, ഒപ്പം കാമുകൻ കുമാറും ഉണ്ട്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ വരാം, വേറെങ്ങും പോകരുതെന്ന് പറഞ്ഞിട്ട് കേടി പെട്ടെന്ന് രജിതയുടെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് അവിടെ ആകെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ സംശയിക്കുന്ന രീതിയിൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ച കുമാറിനോട് സഞ്ജനയെയും മറ്റു 3 പെൺകുട്ടികളും കൊന്നത് രാഘവല്ല, ആ കൊലയാളി ഇപ്പോൾ രജിതയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, സൂക്ഷിക്കണമെന്ന് പറയുന്നു. അപ്പോൾ കുമാർ ഇവളാരെങ്കിലും തൊടുന്നതിന് മുമ്പ് ആദ്യം എന്നെ തീർക്കണം, ഞാൻ നോക്കിക്കോളാം സാർ എന്ന് പറയുന്നു. അത് കേട്ട് കേടി അവന്റെ തോളത്ത് തട്ടി അഭിനന്ദിച്ചിട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. മഴ അപ്പോഴും ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീപ്പിൽ വന്നു കയറിയ കേടി പെട്ടെന്നാണ് അവന്റെ വണ്ടിയുടെ മുൻവശത്തെ ഗ്ലാസിൽ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത് കാണുന്നത്. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് അതെടുത്ത് നോക്കിയപ്പോൾ അത് ആര്യയുടെ ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോയിലും കഴുത്തിന് ചുവന്ന മഷി കൊണ്ട് വെട്ടിയിട്ടുണ്ട്. ടെൻഷനായ അവൻ ആര്യയെ ഫോൺ വിളിച്ചെങ്കിലും അവളുടെ ഫോൺ സൈലന്റിലായിരുന്നു. അതുകൊണ്ട് അവൾ അത് അറിഞ്ഞില്ല. ദേഷ്യത്തിലായ അവൻ അവിടെ നിന്ന് സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുന്നു. പോകുന്ന വഴിക്കും അവൻ അവളെ വിളിക്കുന്നുണ്ടെങ്കിലും ആര്യ അത് അറിയുന്നേ ഇല്ല. കാര്യം ഫോൺ സൈലന്റിലായിരുന്നല്ലോ. ആര്യ ആ സമയം ഉണ്ടായിരുന്നത് അവളുടെ ബുട്ടീക്കിലായിരുന്നു. പെട്ടെന്ന് അവിടെ എന്തോ പൊട്ടുന്ന പോലെയുള്ള ഒരു ശബ്ദം കേട്ട് ആര്യ അങ്ങോട്ട് നിന്ന് നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും എന്തോ ഒരു ശബ്ദം അവൾ കേൾക്കുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പുറത്ത് കേടി അങ്ങോട്ടേക്ക് എത്തുന്നത് കാണിക്കുന്നു. അപ്പോഴേക്കും മഴ പെയ്ത് നിന്നിരുന്നു. അവൻ ബുട്ടീക്കിലേക്ക് എത്തി ആര്യ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ഉടനെ തന്നെ നേരെ വീട്ടിലെത്തി ആര്യ വിളിച്ച് അവിടെ എല്ലാം നടക്കുന്നുണ്ട്. ബെഡ്റൂമിലെത്തി അവളെ വിളിച്ച് ടെൻഷനായി നിന്നതും ആര്യ പെട്ടെന്ന് താഴെ നിന്ന് വിളി കേൾക്കുന്നു. അവൾ അവിടെ ഒരു പൂച്ചയും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആശ്വാസത്തിലും ദേഷ്യത്തിലും അവൻ ആര്യയുടെ അടുത്തെത്തി ഫോൺ സൈലന്റിൽ വെച്ചാൽ നിന്നെ എങ്ങനെയാണ് വിളിച്ചാൽ കിട്ടുക എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പോൾ അവള് പെട്ടെന്ന് എന്തിനാ എന്നോട് വെറുതെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ കേടി കൂളാവുന്നു. അപ്പൊ അവള് ഈ പൂച്ച എനിക്ക് ബുട്ടിക്കിന്റെ അകത്തുനിന്ന് കിട്ടിയതാണ്, നമുക്കിതിനെ വളർത്താന്ന് പറയുന്നു. കേടി ആശ്വാസത്തിൽ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ പൂച്ച സാർ എന്തോ തട്ടിമറിച്ച് പൊട്ടിച്ചതാണ് ബുട്ടിക്കിൽ അവൾ കേട്ട ശബ്ദം. എന്തായാലും ആര്യ ഓക്കെയാണ്. പിന്നീട് കേടി ചെന്ന് കുളിക്കുന്നു. കുളി കഴിഞ്ഞു വന്ന് ഭിത്തിയിലുണ്ടായിരുന്ന ഒരു കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവിടെ ഒരു തലയോട്ടിയുടെ പടം ആരോ വരച്ചു വെച്ചിരിക്കുന്നു. താഴെ ചെറിയ തല എന്നോ എന്തോ എഴുതിയിട്ടുണ്ട്. അത് സിനിമയുടെ തുടക്കത്തിൽ കേടി ആ കടപ്പുറത്ത് വെച്ച് കേസ് തെളിച്ചതിന് ശേഷം മീഡിയക്കാരോട് പറഞ്ഞിരുന്നില്ലേ ക്രിമിനൽസിനെല്ലാം ചെറിയ ബുദ്ധിയായിരിക്കുള്ളൂ എന്ന്. അത് സൂചിപ്പിക്കുന്നതാണ്. പെട്ടെന്ന് ആര്യ കുളി കഴിഞ്ഞില്ല എന്ന് വിളിച്ചു ചോദിച്ചതും കേടി ഉടനെ തന്നെ വെപ്രാളപ്പെട്ട് അവള് കാണാതിരിക്കാനായിട്ട് ആ പടവും എഴുതിയതെല്ലാം മായ്ച്ചു കളയുന്നു. എന്നിട്ട് ഡ്രസ്സ് മാറി വീടിന് വെളിയിൽ വന്ന് മാക്സിനോട് സെർച്ച് എന്ന് പറഞ്ഞ് അവനും വീടിന് ചുറ്റും സെർച്ച് ചെയ്യുന്നു. മാക്സ് ഈ സിനിമയിൽ ഗംഭീര അഭിനയാണ്. അവനും അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ആരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരം വെളുത്തു. കേടി 2 പോലീസ് കോൺസ്റ്റബിൾമാരെ വീടിന് ഡ്യൂട്ടിക്കിടുന്നുണ്ട്. അവരോട് ആര്യ ഗർഭിണിയാണ്, അതുകൊണ്ട് യാതൊരു കാരണവശാലും അവൾക്ക് ഭീഷണിയുണ്ട് എന്ന കാര്യം അറിയരുത് എന്ന് പറയുന്നു. അപ്പോഴേക്കും ആര്യ ഉറക്കം എഴുന്നേറ്റ് വരുന്നു. അവൾ കേടിയുടെ എപ്പോഴാണ് എഴുന്നേറ്റെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉറങ്ങിയില്ല എന്ന് കേടി പറയുന്നു. അപ്പോൾ ഈ പോലീസുകാർ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്വേഷിക്കുന്ന ഒരു ഹൈ പ്രൊഫൈൽ കേസാണ്, അതുകൊണ്ട് നിനക്കൊരു സെക്യൂരിറ്റി ഇട്ടതാണ്, ഇതൊരു ഫോർമാലിറ്റി മാത്രമാണെന്ന് പറയുന്നു. അടുത്ത സീനിൽ ഓഫീസിലെത്തിയ കേടി ADGPയോട് നമുക്കൊരു പത്രസമ്മേളനം വിളിച്ച് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയണമെന്ന് പറഞ്ഞപ്പോൾ ADGP അത് സമ്മതിക്കുന്നില്ല. അതായത് രാഘവല്ല കൊലയാളി എന്ന കാര്യം പറയണമെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. പക്ഷേ ADGP മരിച്ചവൻ മരിച്ചു, നമുക്ക് ഈ കേസ് ക്ലോസ് ചെയ്യാം എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേടി ആ കില്ലർ ഇനിയും ഒരു കൊല കൂടി ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ പുതിയൊരു കേസായിട്ട് നമ്മളത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കും എന്ന് വളരെ അസാൾട്ടായിട്ട് ADGP മറുപടി പറയുന്നു. അപ്പോൾ കേടി സർ, ആ കൊലയാളി എന്റെ വീട് വരെ എത്തി എന്ന് പറഞ്ഞപ്പോൾ അതിനല്ലേ സെക്യൂരിറ്റിക്കായിട്ട് 2 കോൺസ്റ്റബിൾമാർ തന്നിരിക്കുന്നത്, അതിനപ്പുറം എന്താ ചെയ്യേണ്ടത്, നിന്റെ ഗേൾഫ്രണ്ടിന് ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി കൊടുക്കണം എന്ന് ചോദിക്കുന്നു. അത് കേട്ട് കേടി വല്ലാതെ ദേഷ്യത്തിലാവുന്നുണ്ട്. പുറത്തു വന്ന അവൻ ശ്രദ്ധയോട് നമുക്ക് എന്ത് വില കൊടുത്ത് ആ കൊലപാതകയെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. വർഷയും അവിടെ തന്നെ ഉണ്ട്. ആ ഷൂസ് രാഘവന്റെ തന്നെയായിരിക്കും എന്ന് ശ്രദ്ധ പറഞ്ഞപ്പോൾ അവൻ ആരെങ്കിലും ഫ്രെയിം ചെയ്തായിരിക്കാം. പക്ഷെ സഞ്ജനയുടെ കഴുത്തിൽ കണ്ട പല്ലിന്റെ പാടോ എന്ന് കേടി ചോദിച്ചപ്പോൾ അതിന് 2 സാധ്യതകളാണ് ഉള്ളതെന്ന് ശ്രദ്ധ പറയുന്നു. ഒന്ന്, കൊലയാളിക്ക് രാഘവന് എക്സ്ട്രാ ഒരു പല്ലുള്ളത് അറിയാം, അതുകൊണ്ട് അയാൾ ആദ്യം കടിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു മൂർച്ചയുള്ള ആയുധം വെച്ച് എക്സ്ട്രാ ഒരു പല്ലിന്റെ മാർക്ക് സഞ്ജനയുടെ കഴുത്തിലുണ്ടാക്കി. അല്ലെങ്കിൽ ആ കൊലയാളിക്കും രാഘവന്റേതുപോലെ തന്നെ എക്സ്ട്രാ ഒരു പല്ലുണ്ടായിരിക്കും, അതുകൊണ്ട് അവൻ രാഘവനെ ഫ്രെയിം ചെയ്തായിരിക്കാം എന്നും പറയുന്നു. അടുത്ത സീനിൽ കേടി ഒരു പബ്ബിൽ ചെന്ന് അവിടുത്തെ റെഗുലർ കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും ഒരു എക്സ്ട്രാ പല്ലുള്ളതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പബ്ബിന്റെ ഓണറോട് ചോദിച്ചപ്പോൾ അയാൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങുന്ന വഴി ഒരു ചെക്കനൊരു പെണ്ണിനോട് പറയുന്നത് കേടി കേൾക്കുന്നു. നമുക്ക് 9 മണി വരെ ഇവിടെ നിൽക്കാം, 10 മണിക്ക് വേറൊരു പബ്ബിൽ പോകാം, അവിടുത്തെ മ്യൂസിക് അടിപൊളിയാണെന്ന്. അങ്ങനെ അവർ തിരിച്ചു പോകുന്ന വഴിക്ക് റോഡിൽ വെച്ച് ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായപ്പോൾ റോഡ് സൈഡിലുള്ള ഒരു പബ്ബിൽ ആളുകൾ കയറി പോകുന്നത് കേടി കാണുന്നു. ബ്ലോക്ക് മാറി അവൻ മുമ്പോട്ട് പോയപ്പോഴാണ് പെട്ടെന്ന് ആ ചെക്കൻ ആ പെണ്ണിനോട് പറഞ്ഞ കാര്യം കേടിക്ക് ഓർമ്മ വരുന്നത്. അതായത് ആളുകൾ ഒരേ ദിവസം തന്നെ ഒരു പബ്ബിൽ നിന്നും വേറെ പബ്ബുകളിലേക്കും പോകുന്നുണ്ട്. അവൻ വേഗം തന്നെ വണ്ടി തിരിച്ച് റോഡ് സൈഡിൽ കണ്ട ആ പബ്ബിലേക്ക് ചെല്ലുന്നു. അവിടെ സെക്യൂരിറ്റി സ്റ്റാമ്പ് ഉള്ളവരെ മാത്രമായിരുന്നു അകത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരുന്നത്. കേടിയുടെ കയ്യിൽ സ്റ്റാമ്പ് ഇല്ലാത്തതുകൊണ്ട് അവനോട് സൈഡിലേക്ക് നിൽക്കാൻ പറഞ്ഞ് ആ സെക്യൂരിറ്റി മാറ്റി നിർത്തുന്നു. അപ്പോഴാണ് ആ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നത് കേടി കാണുന്നത്. വരുന്ന ആളുകളുടെ കയ്യിലെല്ലാം സ്റ്റാമ്പ് ഉണ്ട്, പക്ഷെ അത് കാണണമെങ്കിൽ UV ലൈറ്റ് അടിക്കണം. ആ സ്റ്റാമ്പിൽ ഡേറ്റും ഉണ്ട്. കാരണം ആളുകൾ ഒരേ സ്റ്റാമ്പ് കൊണ്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. കേടി ഉടനെ തന്നെ ആ ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മോർച്ചറിലേക്ക് ചെന്ന് അതിൽ മുറിച്ചു മാറ്റിയ കയ്യിൽ UV ലൈറ്റ് അടിച്ചു നോക്കിയപ്പോൾ അവിടെ ആ പബ്ബിൽ
പബ്ബിൽ കണ്ട പോലെയുള്ള ഒരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു, അതിൽ ഡേറ്റും. അങ്ങനെ അവർ ആ പബ്ബിലെത്തി ആ ഡേറ്റിലുള്ള CCTV ഫുട്ടേജ് ചോദിച്ചപ്പോൾ അത് 6 മാസം മുമ്പാണ്. അത്രയും മാസത്തിലെ ബാക്കപ്പ് ഇല്ല, അതുകൊണ്ട് CCTV വീഡിയോസ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. പക്ഷേ വർഷ വേറൊരു സാധ്യത പറയുന്നു. അന്നേ ദിവസം ആ പെൺകുട്ടിയോ അല്ലെങ്കിൽ അവളുടെ ഒപ്പം വന്ന ആളുകൾ ആരെങ്കിലും ഒരു കാർഡ് ട്രാൻസാക്ഷൻ അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് അവളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അതായത് അന്നത്തെ ദിവസം ആ പബ്ബിൽ നടന്ന ട്രാൻസാക്ഷൻസിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ആളുകളെ കുറിച്ചെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിലാരെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ അവർക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ശരിയെങ്കിൽ അങ്ങനെ നോക്കാൻ കേടി പറയുന്നു. കേടിക്ക് ഇപ്പോൾ വീട്ടിലെത്തിയാൽ രാത്രി ഉറക്കമില്ല. ആര്യക്ക് കാവലരിക്കലാണ് പണി. അവൻ വല്ലാതെ ഭയന്നിരിക്കുകയാണ്. പകൽ ഓഫീസിൽ വന്നിട്ടൊക്കെയാണ് ഉറക്കം. അങ്ങനെ മയങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വർഷ അവന്റെ അടുത്തേക്ക് ഒരു ഫയലുമായി വന്നിട്ട് ആ മുറിച്ചു മാറ്റിയ കൈ താന്യ എന്ന 26 വയസ്സുകാരിയുടെ ആണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നു. ഒരു ബ്യൂട്ടി ക്ലിനിക്കിലാണ് അവൾ ജോലി ചെയ്തിരുന്നത്. കല്യാണത്തിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവൾ മിസ്സിംഗ് ആയി എന്ന് പറയുന്നു. കേടി ആ വിവരം താനിയുടെ ഫോട്ടോ സഹിതം കാണിച്ച് മീഡിയയോട് പറയുന്നു. ആ പത്രസമ്മേളനം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആര്യ കേടി ഫോണിൽ വിളിച്ച് അവൻ നടത്തിയ ആ പത്രസമ്മേളനം ലൈവ് കണ്ടിരുന്നു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ആര്യക്കറിയാം, അവളും വിമൻസ് വെൽഫെയർ അസോസിയേഷൻ മെമ്പർ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ കേടി നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഹെയർ വെൽഫെയർ അസോസിയേഷനിൽ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ വന്നാണെന്ന് ആര്യ പറയുന്നു. എങ്കിൽ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കേടി വർഷയും കുട്ടി അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ എത്തി താനിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ അസോസിയേഷന്റെ പ്രസിഡന്റിന് ആ കുട്ടിയെക്കുറിച്ച് അറിയില്ല. അവർ മറ്റൊരു സ്ത്രീയോട് ചോദിച്ചപ്പോൾ താനി ഇപ്പോഴത്തെ പ്രസിഡന്റ് വരുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു, ഇപ്പോൾ കുറെ നാളായിട്ട് കാണാനില്ല എന്ന് പറയുന്നു. അപ്പോൾ കേടി ആ പ്രസിഡന്റിനോട് നിങ്ങൾ എത്ര നാളായി ഇവിടെ വന്നിട്ട് എന്ന് ചോദിച്ചപ്പോൾ 3 മാസമായി എന്നവർ പറയുന്നു. ഇതിനു മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പൂജ എന്നൊരു സ്ത്രീ ആയിരുന്നു. അവർ ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ആയി. പക്ഷെ പിന്നീട് അറിയാൻ കഴിഞ്ഞത് അവർ അവിടെ നിന്ന് കാണാതായി. പിന്നീട് അവരുടെ ഡെഡ് ബോഡി പോലീസ് കണ്ടെടുത്തു എന്നും പറയുന്നു. അത് കേട്ട് കേടി ഞെട്ടുന്നു. അവൻ ഉടനെ തന്നെ അഭിലാഷിനെ ഫോൺ വിളിച്ചിട്ട് പൂജയുടെ കൊലപാതക കേസിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയിക്കാൻ പറയുന്നു. എന്നിട്ട് പൂജയുടെ കൂടെ ജോലി ചെയ്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദുർഗാമ എന്നൊരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉണ്ടെന്ന് പ്രസിഡന്റ് പറയുന്നു. അവരെ വിളിക്കാൻ കേടി പറയുന്നു. ഇതേ സമയം അഭിലാഷ് പൂജയുടെ കൊലപാതക കേസ് തപ്പിയെടുത്ത് കേടിയെ വിളിച്ച് അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നു. പൂജയുടെ ഡെഡ് ബോഡി 4 മാസം മുമ്പ് ഹൈദരാബാദ് സിറ്റിയുടെ അതിർത്തി ഗ്രാമത്തിൽ നിന്നും കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. പക്ഷെ ആ ഡെഡ് ബോഡിയുടെ ഇടതുകൈ മിസ്സിംഗ് ആയിരുന്നു. ഈ കേസ് അന്ന് അന്വേഷിച്ചത് വിക്രം രുദ്രരാജു ആയിരുന്നു. ആ കേസാണ് HIT ഫസ്റ്റ് കേസ് സിനിമയുടെ ആരംഭത്തിൽ വിക്രം ബുദ്ധി ഉപയോഗിച്ച് ബ്രില്യൻ്റായി കണ്ടുപിടിച്ച കേസ്. അത് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചതെന്ന് ആ സിനിമ കണ്ട് മനസ്സിലാവും. അപ്പോൾ അഭിലാഷ് ഞാൻ ആ കേസ് ഫയലെല്ലാം തപ്പിയെടുത്തിട്ട് മുഴുവൻ ഡീറ്റെയിൽസും പറയാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. ഇതേസമയം വർഷ കേടിയുടെ അടുത്തെത്തി മരിച്ച സഞ്ജനയും വിമൻസ് വെൽഫെയർ അസോസിയേഷന്റെ അംഗമായിരുന്നു എന്ന് പറയുന്നു. അതോടുകൂടി കേടിക്ക് ഒരു കാര്യം മനസ്സിലായി. വിമൻസ് വെൽഫെയർ അസോസിയേഷനിലെ അംഗങ്ങളെയാണ് ആ കൊലപാതകി ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലീഡ് അവന് കിട്ടി. അപ്പോൾ വർഷ ഇത്രയും പെൺകുട്ടികൾ ഇങ്ങനെ മിസ്സിംഗ് ആയിട്ടും പോലീസുകാർക്ക് എന്താണ് ഈ സംശയം ഇതുവരെ തോന്നാത്ത എന്ന് ചോദിച്ചപ്പോൾ അവരത് എന്തെങ്കിലും ഒളിച്ചോട്ട കേസ് ആയിരിക്കും എന്ന് വിചാരിച്ചു കാണും എന്ന് കേടി പറയുന്നു. അത് മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ വിമൻസ് വെൽഫെയർ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആരോടും പറഞ്ഞിരിക്കില്ല. താനിയും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ രജിതയും ചിലപ്പോൾ വിമൻസ് വെൽഫെയർ അസോസിയേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞ് അവൻ അവളെ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അവൻ വർഷയോട് ആ നമ്പർ ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും ആര്യ ദുർഗാമയും കൂട്ടി അങ്ങോട്ട് വരുന്നു. കേടി ദുർഗാമയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ മുമ്പത്തെ പ്രസിഡന്റിന് മരണത്തിന് മുമ്പ് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ദുർഗാമ അതൊന്നും ഓർക്കുന്നില്ല, കുറെ വർഷം മുമ്പായിരുന്നല്ലോ എന്ന് പറയുന്നു. അപ്പോൾ കേടി കുറെ വർഷങ്ങൾക്ക് മുമ്പല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പ്രസിഡന്റ് പൂജ എന്ന് പറഞ്ഞപ്പോൾ ദുർഗാമ ഓ പൂജ മാഡത്തിനെ കുറിച്ചാണോ, ഞാൻ വിചാരിച്ചു ചാൻസി മാഡത്തിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന്. അത് കേട്ട് അവരെല്ലാവരും ഒരു നിമിഷത്തേക്ക് പരസ്പരം നോക്കുന്നു. അപ്പോൾ കേടി ദുർഗാമയോട് ചാൻസി ആരാണെന്ന് ചോദിച്ചപ്പോൾ 15 വർഷം മുമ്പ് ഇവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു അവർ. വളരെ നല്ലൊരു സ്ത്രീ ആയിരുന്നു. അവർക്ക് ആരോടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ആരും അവരെ കൊലപ്പെടുത്തിയെന്ന് ദുർഗാമ പറയുന്നു. കേടി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് അവരുടെ ഫാമിലി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ കേടി അവരുടെ വീട് എവിടെയാണ്, അഡ്രസ്സ് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ വീട് മധുരവാഡയിലാണ് എന്ന് പറഞ്ഞ് ജാൻസിയുടെ അഡ്രസ്സ് ദുർഗാമ കൊടുക്കുന്നു. ഉടൻ തന്നെ കേടി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. പോകുന്നതിന് മുമ്പ് പ്രസിഡന്റിനോട് കുറച്ചുനാൾ ഈ അസോസിയേഷൻ അടച്ചിടാൻ പറഞ്ഞിട്ട് എല്ലാ മെമ്പർമാർക്കും ജാഗ്രത ആയിരിക്കാൻ മെസ്സേജ് കൊടുക്കാനും പറയുന്നു. എന്നിട്ട് ധൈര്യമായിരിക്കാൻ പറഞ്ഞിട്ട് പോലീസുകാരോട് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞ് അവൻ വർഷയും കുട്ടി ദുർഗാമ പറഞ്ഞ അഡ്രസ്സിലേക്ക് ചെല്ലുന്നു. ഇതേസമയം അഭിലാഷ് പൂജയുടെ കൊലപാതക കേസിന്റെ ഫയൽ തപ്പിയെടുക്കുന്നു. അപ്പോഴേക്കും കേടി ദുർഗാമ പറഞ്ഞ അഡ്രസ്സിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. വർഷയും മാക്സും കൂടെയുണ്ട്. അങ്ങനെ അവർ ആ വീടിനകത്ത് എത്തി പരിശോധിക്കുന്നു. അവിടെ കുറെ വർഷങ്ങളായിട്ട് ആരും താമസിക്കുന്നുണ്ടായിരുന്നില്ല. ആകെ മാറാല് പിടിച്ച് കിടക്കുകയാണ്. അവിടെ പരിശോധിച്ചപ്പോൾ കേടിക്ക് ഒരു കാര്യം മനസ്സിലായി. ചാൻസിക്ക് ഫാമിലി ആരും ഇല്ല എന്നായിരുന്നു ദുർഗാമ പറഞ്ഞിരുന്നത്. പക്ഷെ ആ വീട്ടിലൊരു കുട്ടി താമസിച്ചിരുന്നു എന്ന്. കാരണം അവിടെ ഭിത്തിയിൽ പൊക്കം അളന്ന് എഴുതിയിരിക്കുന്നതും അകത്തെ മുറിയിലെ സീലിംഗിൽ നക്ഷത്രത്തിന്റെയും ചന്ദ്രന്റെയും ഒക്കെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് അവൻ കണ്ടു. ഭിത്തിയിൽ ഒരു പടം വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു മരം, മരത്തിന്റെ ഒരു സൈഡിൽ അച്ഛനും ഒരു കുട്ടിയും, അപ്പുറത്തെ സൈഡിൽ അമ്മ ഒറ്റയ്ക്കും. ആ മരത്തിന്റെ മുകളിലായിട്ട് ഒരു കുടിലും ഉണ്ടായിരുന്നു. അവർ പിന്നീട് വീടിന്റെ പുറകുവശത്ത് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മരത്തിന് മുകളിൽ ഒരു കുടിൽ, ഒരു ട്രീ ഹട്ട്. ഈ കുടിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ, സിനിമയുടെ തുടക്കത്തിൽ രാംപ്രസാദ് പണിത അതേ കുടിൽ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കേടിയും വർഷയും നിൽക്കുന്നത് രാംപ്രസാദിന്റെ വീട്ടിലാണെന്ന്. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ജാൻസി രാംപ്രസാദിന്റെ ഭാര്യ, ആ ജാരനെ ഒളിപ്പിച്ചിട്ട് രാംപ്രസാദിനെ കുടിക്കുക അതേ ജാൻസി തന്നെയാണ്. കേടി ആ കുടിലിനുള്ളിൽ പരിശോധിച്ചപ്പോൾ രാംപ്രസാദിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതോടൊപ്പം വേറെ കുറെ ചിത്രങ്ങളും. അതൊരു പ്രത്യേക രീതിയിലാണ് വരച്ചിരിക്കുന്നത്. കേടി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷ താഴെയാണ് നിൽക്കുന്നത്.
ചെയ്യുന്നത്, പെട്ടെന്ന് സൈഡിൽ നിന്നും ആരോ മാറിപ്പോകുന്ന പോലെ തോന്നി വർഷ അന്വേഷിച്ച് പുറത്തേക്ക് ചെല്ലുന്നു. പക്ഷെ അവൾക്ക് ആരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും KD രാംപ്രസാദിന്റെ ഫോട്ടോയും ഒരു പത്രവും കുടിലുണ്ടായിരുന്ന ചിത്രങ്ങളും എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ ആരോ വീണ്ടും മാറിപ്പോകുന്ന പോലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ അത് അവർ കണ്ടില്ല. KDയെ കൊണ്ടുവന്ന പേപ്പറുകളെല്ലാം ജീപ്പിന്റെ മുകളിൽ വെച്ചിട്ട് വർഷയോട് വിശദീകരിക്കുന്നു. ആ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നത് രാംപ്രസാദിന്റെ ആണ്ടിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പരസ്യമായിരുന്നു. അത് ചെയ്തിരുന്നത് അയാളുടെ മകനായിരുന്നു. അതേപോലെ കുടിലിൽ നിന്നും കിട്ടിയ ചിത്രങ്ങളുടെ അതേ രീതിയിലായിരുന്നു KD അന്ന് അവന്റെ വീടിനുള്ളിൽ കണ്ണാടിയിൽ കണ്ട അതേ ചിത്രവും. രണ്ടും ഒരേ സ്റ്റൈൽ. അതായത് രണ്ട് ചിത്രവും വരച്ചിരിക്കുന്നത് ഒരാൾ തന്നെയാണ്. ആ വരച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ഒരു ചിത്രത്തിൽ അച്ഛൻ തൂങ്ങി മരിച്ചിരിക്കുകയാണ്. മകൻ മരത്തിന്റെ മുകളിലുള്ള ആ കുടിലിൽ നിന്ന് നോക്കി കരയുന്നു. പക്ഷെ സൈഡിലുള്ള അമ്മ അത് നോക്കി ചിരിക്കുന്നു. മറ്റൊരു ചിത്രത്തിൽ അമ്മയെ ചെകുത്താനെ പോലെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. വേറൊരു ചിത്രത്തിൽ ഒരു സ്ത്രീയും കത്തിയും ഒപ്പം ചോരയും. അവരങ്ങനെ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൺസ്റ്റബിൾ അങ്ങോട്ട് ഝാൻസിയുടെ ഓട്ടോപ്സി റിപ്പോർട്ടുമായിട്ട് വരുന്നു. അത് പരിശോധിച്ചപ്പോൾ ഝാൻസി വളരെ ക്രൂരമായിട്ടാണ് കൊല്ലപ്പെട്ടത് എന്നായിരുന്നു റിപ്പോർട്ട്. അതേപോലെ കാലിലെ രണ്ടാമത്തെ വിരൽ മുറിച്ചു മാറ്റപ്പെട്ടിരുന്നു. അവരത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വീടിനകത്ത് നിന്നും എന്തൊരു വലിയ ശബ്ദം കേൾക്കുന്നു. പുറകെ മാക്സിന്റെ കുരയും. ഉടൻ തന്നെ അവർ തോക്കെടുത്ത് അകത്തേക്ക് എന്ന് നോക്കിയപ്പോൾ വീടിന് പുറത്തുണ്ടായിരുന്ന മരത്തിന്റെ മുകളിലുള്ള ആ കുടിൽ നിന്ന് കത്തുന്നു. ആരോ അതിന് തീ വെച്ചു. അവർ അവിടെയെല്ലാം പരിശോധിച്ചെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. അടുത്ത സീനിൽ ഹൈദരാബാദ് ഫോറൻസിക്കിലെ ഷിൻഡെ ഓർമ്മയിലെ ഫസ്റ്റ് കേസിലുണ്ടായിരുന്ന അതേ ഷിൻഡെ. അഭിലാഷ് അയാളെ വിളിച്ചിട്ട് വിശാഖപട്ടണത്തെ വിമൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന പൂജയെ അവളുടെ കൊലപാതകത്തിന് ഒരാഴ്ച മുമ്പ് ഹൈദരാബാദിൽ വെച്ച് ഒരു ബ്ലാക്ക് ഹുഡി ഡ്രസ് ഇട്ട ആരോ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അയാളുടെ ഒരു അവ്യക്തമായ ഫോട്ടോ അന്ന് ആ കേസ് അന്വേഷിച്ചിരുന്ന വിക്രമിന് കിട്ടിയിരുന്നു. അത് വിക്രം ഷിൻഡേക്ക് അയച്ചു കൊടുത്തിട്ട് ഡീപിക്സലേഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതായത് ആ ഫോട്ടോ ഒന്ന് ക്ലിയർ ആക്കാൻ. അത് കിട്ടിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് ഡീപിക്സലേഷൻ ചെയ്ത് വിക്രമിന് തിരിച്ചയച്ചു കൊടുത്തിരുന്നല്ലോ, വിക്രമിന്റെ ഫയൽ കാണും എന്ന് ഷിൻഡെ പറഞ്ഞപ്പോൾ ഫയലിലില്ല എന്ന് അഭിലാഷ് പറയുന്നു. എങ്കിൽ വിശ്വ സാർ പേഴ്സണലി ആ കേസ് ഏറ്റെടുത്തിരിക്കും എന്ന് ഷിൻഡെ പറഞ്ഞപ്പോൾ എങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെക്ക് ചെയ്യാം, അപ്പോഴേക്കും ആ ഫോട്ടോ കിട്ടുവാണെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്യാൻ പറഞ്ഞിട്ട് അഭിലാഷ് വിശ്വ സാറിന്റെ വീട്ടിലേക്ക് പോകും. ഇതേസമയം KDയും വർഷയും ഒരു ലൈബ്രറിയിലേക്ക് ചെന്നിട്ട് പഴയ പത്രങ്ങളിൽ നിന്നും രാംപ്രസാദിന്റെ അന്ത്യാഞ്ജലിയുടെ വേറെ പരസ്യം കിട്ടുമോ എന്ന് നോക്കി അതിലേതെങ്കിലും നിന്നും ആ പരസ്യം കൊടുത്ത ആളുടെ പേരോ മറ്റു ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് ശ്രമിക്കുകയാണ്. അഭിലാഷിനെ കാണിക്കുമ്പോൾ അഭിലാഷ് വിശ്വ സാറിന്റെ വീട്ടിൽ ചെന്ന് ആ ഫോട്ടോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ഷിൻഡെ വിളിച്ചിട്ട് ആ ഫോട്ടോ അയച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ പറയുന്നു. അഭിലാഷ് അത് ചെക്ക് ചെയ്യാൻ മൊബൈൽ നോക്കിയപ്പോൾ അവിടെ ശരിക്കും സിഗ്നൽ കിട്ടുന്നില്ല, ബഫറിംഗ് ആണ് കാണിക്കുന്നത്. വീണ്ടും ലൈബ്രറി കാണിക്കുമ്പോൾ KDക്ക് രാംപ്രസാദിന്റെ അന്ത്യാഞ്ജലിയുടെ പഴയ ഒരു പരസ്യം കിട്ടി. പക്ഷെ അതിലും പേരുണ്ടായിരുന്നില്ല, പകരം നിങ്ങളുടെ മകൻ എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. KD നിരാശയോടെ നിൽക്കുമ്പോൾ പൂജയുടെ ഭർത്താവ് അങ്ങോട്ട് വരുന്നു. അയാളെ KD കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷയാണ് അങ്ങോട്ട് വിളിപ്പിച്ചത്. അപ്പോൾ അയാളുടെ കഴുത്തിൽ കിടന്ന മാല KD നോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പെൻഡന്റ് ഒരു ഹാർട്ട് ഷേപ്പിന്റെ പകുതിയായിരുന്നു. അയാളോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് KD ADGP വിളിച്ചിട്ട് അവനെ സസ്പെൻഡ് ചെയ്തെന്ന് പറയുന്നു. കാരണം രാഘവിനെ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന കാര്യം KD ആണ് മീഡിയയ്ക്ക് കൊടുത്തതെന്ന് അവന്റെ കോൾ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അത് മാത്രമല്ല ആരയ്ക്ക് കൊടുത്ത പോലീസ് പ്രൊട്ടക്ഷൻ പിൻവലിക്കുകയാണ് എന്നും പറയുന്നു. അത് കേട്ടതും ടെൻഷനായ KD ഉടൻ തന്നെ വീട്ടിലേക്ക് പോകുന്നു. പോകുന്ന വഴി അവൻ ആരെയും ഫോൺ വിളിച്ചെങ്കിലും അവൾ എപ്പോഴത്തെയും പോലെ തന്നെ ഫോൺ സൈലന്റിൽ ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കോൾ ഒന്നും അറിഞ്ഞില്ല. ഈ പെണ്ണിന് ഇത് തന്നെ പണി. KD പിന്നെയും വിളിച്ചെങ്കിലും അവൾ അതൊന്നും അറിയുന്നേ ഇല്ല. എന്റെ ദൈവമേ, ടെൻഷൻ അടിപ്പിച്ച് കൊല്ലു ഈ പെണ്ണ്. ടെൻഷനായി വീട്ടിൽ വന്ന് കയറി അവളെ വിളിച്ച് അവിടെ ആകെ ഓടി നടന്നെങ്കിലും ഇപ്രാവശ്യം ആദ്യത്തെ പോലെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. പകരം ഡൈനിങ് ടേബിളിൽ ഒരു പേപ്പറിൽ ഒരു കോഴിയുടെ പടം, ആദ്യം തലയോട്ടിയുടെ പടം വരച്ചു വെച്ച അതേ സ്റ്റൈലിൽ, എന്നിട്ട് താഴെ കോഴിയെ കൊണ്ടുപോയി എന്ന് എഴുതിയിരുന്നു. അത് കണ്ട് KD ദേഷ്യത്തിൽ അലറുന്നു. ആ കൊലയാളി ആര്യയെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ KD ടെൻഷനായി വീടിന്റെ ഉമ്മറത്ത് വന്നിരിക്കുമ്പോൾ വർഷം അങ്ങോട്ട് വരുന്നു. ആര്യയെ തട്ടിക്കൊണ്ടുപോയ കാര്യം അറിഞ്ഞ അവള് നിങ്ങൾ ഇപ്പോൾ ഇമോഷണൽ ആയാൽ അവൾ ആര് രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇതേ കാര്യം പറഞ്ഞു തന്നെയായിരുന്നു ആര്യയും ആദ്യം അവനെ മോട്ടിവേറ്റ് ചെയ്തത്. എന്നിട്ട് വർഷ അവൾ കൊണ്ടുവന്ന ന്യൂസ് പേപ്പർ എല്ലാം അവനെ കാണിച്ചിട്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് അവൻ ഒരേ ഡേറ്റിൽ വ്യത്യസ്ത ന്യൂസ് പേപ്പറുകളിൽ അന്ത്യാഞ്ജലി പരസ്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നിൽ പോലും അവന്റെ പേരുണ്ടായിരുന്നില്ല. അപ്പോഴാണ് KD വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അന്ത്യാഞ്ജലി പരസ്യം കൊടുത്ത അതേ പേപ്പറിൽ തന്നെ ഒരു ഫ്രീ ഡെന്റൽ ക്യാമ്പിന്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. അത് യാദൃശ്യമല്ല എന്ന് KD പറയുന്നു. ആ പരസ്യത്തിലെ ലോഗോ നോക്കിയപ്പോൾ അതിന്റെ സ്റ്റൈൽ KDക്ക് അവന്റെ വീട്ടിൽ നിന്നും അതേപോലെ കത്തിപ്പോയ ട്രീ ഹട്ടിൽ നിന്നും കിട്ടിയ പടങ്ങളുടെ അതേ സ്റ്റൈലായിരുന്നു. അപ്പോൾ സഞ്ജനയുടെ കഴുത്തിലെ കടിച്ച പാട്, അതിലെ എക്സ്ട്രാ പല്ല്, താനിയുടെ പല്ലിലെ കമ്പി, ഇതെല്ലാം ഡെന്റൽ ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് KD അവന്റെ വീട്ടിലെ ഷെൽഫിൽ നിന്നും സഞ്ജനയുടെ ഫോട്ടോ എടുത്ത് വർഷയെ കാണിച്ചിട്ട് അവളും പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് വർഷ പറയുന്നു. സൂക്ഷിച്ചു നോക്കാൻ KD പറഞ്ഞപ്പോൾ സഞ്ജന ഇട്ടിരുന്ന ട്രാൻസ്പെറന്റ് ബ്രേസസ് വർഷ കാണുന്നു. അത് ഒറ്റ നോട്ടത്തിൽ ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ KD നമ്മൾ തേടുന്ന കൊലയാളി ഒരു ഡെന്റിസ്റ്റ് ആണെന്ന് പറയുന്നു. അവൻ നമ്മുടെ മൂക്കിന് താഴെ തന്നെ ഉണ്ടായിരുന്നു. വിമൻസ് വെൽഫെയർ അസോസിയേഷനിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെയാണ് അവൻ ടാർഗറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അവൻ ആരെയും തട്ടിക്കൊണ്ടുപോയത്. വർഷ പേപ്പറിൽ നോക്കിയെങ്കിലും ആശുപത്രിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഡെന്റൽ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് KDക്ക് ആര്യയുടെ ഡയറിയെ കുറിച്ച് ഓർമ്മ വന്നത്. അവളെല്ലാം ഡയറിയിൽ എഴുതുമായിരുന്നല്ലോ. ആ ഡയറി തപ്പുന്നതിന്റെ ഇടയിൽ KD വർഷയോട് അവൻ രജിതയെ ടാർഗറ്റ് ചെയ്തിരുന്നു. അവളുടെ മുറിയിൽ അന്ന് ഡെന്റിസ്റ്റിനെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് എടുത്ത നോട്ട് അവൻ കണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് രജിതയെ വിളിച്ച് അവളുടെ ഡെന്റിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ പറയുന്നു. പക്ഷെ വർഷ വിളിച്ചെങ്കിലും രജിത ഫോൺ എടുത്തില്ല. അതുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് ചെല്ലാൻ പറഞ്ഞ് KD വർഷയെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് അവൻ ആര്യയുടെ ഡയറി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവനത്
കണ്ടുപിടിക്കുന്നു. ആ ഡയറിയിൽ നിന്നും ആ ഡെന്റൽ ഹോസ്പിറ്റലിന്റെ പേര് അവന് കിട്ടുന്നു, KRP ഡെന്റൽ ക്ലിനിക്. അങ്ങനെ അവൻ ഉടനെ തന്നെ അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ അഭിലാഷിനെ കാണിക്കുമ്പോൾ അവന്റെ ഫോണിൽ അപ്പോഴും റേഞ്ച് വന്നിട്ടില്ല. വീണ്ടും KDയെ കാണിക്കുമ്പോൾ അവൻ ഡെന്റൽ ക്ലിനിക്കിന്റെ ഉള്ളിലെത്തി അവിടെ ആകെ പരിശോധിക്കുന്നുണ്ട്. അവിടെ ഭിത്തിയിൽ രാംപ്രസാദിന്റെ ഫോട്ടോ അവൻ കാണുന്നു. അതിൽ മാല ചാർത്തി നെറ്റിയിൽ എന്തോ ഒരു സാധനം കൊണ്ട് പൊട്ടും തൊട്ടിട്ടുണ്ട്. KD അവിടെ നിന്ന് കൺസൾട്ടേഷൻ റൂമിലെത്തി പരിശോധിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു പടം അവന്റെ ശ്രദ്ധയപ്പെടുന്നത്. അതിന്റെ മൂലയിൽ പൂജയുടെ ഭർത്താവിന്റെ കഴുത്തിൽ കിടന്ന മാലയുടെ പെൻഡന്റ് ഉണ്ടായിരുന്നില്ലേ, പകുതി ഹാർട്ട്, അതിന്റെ മറ്റേ ഭാഗം. ആ ഫോട്ടോ എടുത്ത് മാറ്റിയപ്പോൾ ആ പെൻഡന്റ് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അത് പൊളിച്ചെടുക്കാൻ നോക്കിയപ്പോൾ ആ ഭിത്തിയുടെ കോട്ടിങ് കൂടി പൊളിഞ്ഞു വരുന്നു. അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ KD തോക്കിന്റെ ഹാൻഡിൽ കൊണ്ട് അത് പൊളിച്ചു നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച, അതിന്റെ അകത്ത് പൂജയുടെ മുറിച്ചു മാറ്റിയ കൈ ഉണ്ടായിരുന്നു. അവൻ ആ മുറിയിൽ ഉണ്ടായിരുന്ന മറ്റു ചിത്രങ്ങളിലേക്ക് നോക്കിയപ്പോൾ അതിന്റെയും സൈഡുകളിൽ മോതിരവും മാലയും വാച്ചും ഒക്കെ ഉണ്ടായിരുന്നു. ആ കൊലയാളി അവൻ കൊന്ന ആളുകളുടെ ശരീരത്തിൽ നിന്നും എടുക്കുന്ന സാധനങ്ങളായിരുന്നു അതെല്ലാം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മേശപ്പുറത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു സർട്ടിഫിക്കറ്റും ഡോക്ടർ ഗ്രാജുവേഷന്റെ ഫോട്ടോയും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അഭിലാഷിന്റെ ഫോണിൽ സിഗ്നൽ കിട്ടി ആ ഫോട്ടോ ഡൗൺലോഡ് ആകുന്നത് കാണിക്കുന്നുണ്ട്. വീണ്ടും KDയെ കാണിക്കുമ്പോൾ മേശപ്പുറത്തിരുന്ന ഗ്രൂപ്പ് ഫോട്ടോയിൽ അവൻ കുമാറിനെ കാണുന്നു. അതേസമയം തന്നെ അഭിലാഷിന്റെ ഫോണിലും ഷിൻഡെ അയച്ചു കൊടുത്ത ഫോട്ടോ ഫുൾ ഡൗൺലോഡായി കുമാറിനെ കാണുന്നു. കുമാറായിരുന്നു KD തേടിക്കൊണ്ടിരുന്ന നമ്മുടെ കഥയിലെ വില്ലൻ. മേശപ്പുറത്തിരുന്ന സർട്ടിഫിക്കറ്റിൽ നമുക്ക് അവന്റെ മുഴുവൻ പേരും കാണാം, ഡോക്ടർ രാജീവ് കുമാർ കൊഡൂരി. അപ്പോ KRP ക്ലിനിക്കിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് മനസ്സിലായോ? കൊഡൂരി രാംപ്രസാദ്, അവന്റെ അച്ഛന്റെ പേര്. പെട്ടെന്ന് ആ മുറി ലൈറ്റ് എളിയുന്നു. അപ്പോൾ തന്നെ കുമാർ KDയുടെ പുറകിൽ നിന്ന് വന്ന് അവനെ കുത്തുന്നു. KD വെടിവെക്കാൻ ശ്രമിച്ചെങ്കിലും കുമാർ തട്ടി മാറ്റുന്നു. അപ്പോൾ KD കുമാറിനെ ഇടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന പഞ്ഞ് വെച്ച് മുറിവ് അമർത്തി പിടിച്ച് ചോര നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും കുമാർ വന്ന് വീണ്ടും അവനെ ആക്രമിക്കുന്നു. ഇതേസമയം അഭിലാഷ് KD വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അതുകൊണ്ട് അവൻ വർഷയെ വിളിച്ച് കുമാറാണ് നമ്മൾ തേടുന്ന കൊലയാളി എന്ന് പറഞ്ഞ് KD എവിടെയെന്ന് ചോദിക്കുന്നു. പക്ഷേ അവൾക്കും അറിയില്ലായിരുന്നല്ലോ KD ആ ഡെന്റൽ ക്ലിനിക്ക് കണ്ടുപിടിച്ചതും അങ്ങോട്ട് വന്നതും. ഇതേസമയം KDയും കുമാറും ഇടികൂടുന്നതിന്റെ ഇടയിൽ KD കുമാറിനെ ഭിത്തിയിലേക്ക് വലിച്ചെറിയുന്നു. അപ്പോൾ ആ ഭിത്തി പൊളിഞ്ഞ് അതിന്റെ അകത്തുണ്ടായിരുന്ന കുമാർ കൊന്ന ആരുടെയോ നെഞ്ചാങ്കൂട് കാണുന്നു. KDയുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ചോര പോയതുകൊണ്ട് അവന് ബോധം പോകാൻ തുടങ്ങിയിരുന്നു. കുമാർ KDയുടെ കുത്തുകൊണ്ട ഭാഗത്ത് അമർത്തി പിടിച്ച് അവനെ വലിച്ചെറിയുന്നു. അങ്ങനെ KDയുടെ ബോധം പോകുന്നു. തിരിച്ച് ബോധം വന്നപ്പോൾ കുമാർ അവനൊരു ട്രീറ്റ്മെന്റ് ചെയറിൽ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ കുമാർ റൂമിലേക്ക് വന്ന് ഡോർ ലോക്ക് ചെയ്യുന്നു. ആര് എവിടെ എന്ന് ചോദിച്ച KDയുടെ പള്ളയിലേക്ക് കുമാർ ഒരു ചെറിയ കമ്പി കുത്തി കയറ്റുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സെറ്റ് ബെല്ല് എടുത്തുകൊണ്ട് വന്ന് KDയുടെ കഴുത്തിൽ ഒരു ബൈറ്റ് മാർക്ക് ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെയാണ് സഞ്ജനയുടെ കഴുത്തിൽ ആ ബൈറ്റ് മാർക്ക് കണ്ടത്. അപ്പോൾ KD നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്റെ ബുദ്ധി ചെറുതല്ലേ, നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്നു. അതായത് സിനിമയുടെ ആദ്യം KD പറഞ്ഞില്ലേ ഈ ക്രിമിനൽസിനെ എല്ലാം ചെറിയ ബുദ്ധി ഉള്ളൂ എന്ന്, അത് കുമാറിനെ ട്രിഗർ ചെയ്തിരുന്നു. അതാണ് അവനോട് പറഞ്ഞത്. അപ്പോൾ വിമൻസ് വെൽഫെയർ ഓർഗനൈസേഷനിലെ സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് നീ കൊല്ലുന്നത് എന്തിനാ എന്ന് KD ചോദിച്ചപ്പോൾ മരിക്കുന്നതിന് മുമ്പ് നീ എന്തിനാ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതെന്ന് കുമാർ ചോദിക്കുന്നു. അപ്പോൾ KD നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ അത് അറിയുമെന്ന് തിരിച്ചു ചോദിക്കുന്നു. അപ്പൊ കുമാർ ഓ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി ഒരു വീൽ ചെയറിൽ കെട്ടിയിട്ടിരുന്ന ആരെയെ കൊണ്ടുവരുന്നു. അവളെ കണ്ട് ടെൻഷനായി KDയെ കണ്ട് ഇപ്പോൾ നിന്റെ കോൺഫിഡൻസ് എവിടെയാ എന്ന് കുമാർ ചോദിക്കുന്നു. അപ്പൊ KD ആര്യോട് നിനക്കൊന്നും സംഭവിക്കില്ല, ഞാൻ വാക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുമാർ ഒരു സർജിക്കൽ ബ്ലേഡ് എടുത്തിട്ട് അവനത് വെറുതെ പറയാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ജീവനോടെ പോകില്ല എന്ന് പറഞ്ഞിട്ട് ഓ നിങ്ങൾ 2 അല്ല 3 പേരാണല്ലേ എന്ന് ആര്യയുടെ വയറിൽ ആ ബ്ലേഡ് കൊണ്ട് തൊട്ടിട്ട് പറയുന്നു. അത് കണ്ട KD കുമാറിനെ വിളിച്ച് അലർന്നു. അപ്പോൾ കുമാർ അടങ്ങ്, ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ മാത്രം ദുഷ്ടനല്ല ഞാൻ, അമ്മയുടെ ജീവനെ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആര്യയുടെ കയ്യിൽ ഞരമ്പ് മുറിക്കുന്നു. അത് കണ്ട് KD അലർന്നു. ആര്യ വേദന കൊണ്ട് കരയാണ്. പക്ഷെ അവളുടെ വായാണെങ്കിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. പിന്നീട് കുമാർ തന്നെയാണ് രാഘവല്ല കൊലയാളി എന്ന് KDക്ക് ഇമെയിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നീ എന്റെ ട്രീ ഹട്ടിൽ തൊട്ടത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, അതെനിക്കൊരു അമ്പലം പോലെയായിരുന്നു. ആ കൊടിൽ കുമാറിന് അച്ഛൻ രാംപ്രസാദ് ഉണ്ടായിക്കൊടുത്താണെന്ന് നമ്മൾ കണ്ടല്ലോ. പക്ഷെ അപ്പോൾ കുമാറിനെ കാണിച്ചില്ല എന്ന് മാത്രം. അതിനുശേഷം അവൻ KDയോട് ഞാൻ നിന്നെ എങ്ങനെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ചെയിൻസോ എടുത്തുകൊണ്ട് വരുന്നു, ഒരു അറക്കവാൾ. അത് വെച്ചായിരുന്നു കുമാർ ആ പെൺകുട്ടികളെല്ലാം അറുത്ത് കണ്ടിച്ച് ആ ശരീരഭാഗങ്ങളെല്ലാം ബാറിക്കൊണ്ടിട്ടത്. എന്നിട്ട് രാഘവന് ഫ്രെയിം ചെയ്യാൻ അവന്റെ ഷൂ കൊണ്ടുവന്ന് ക്രൈം സീനിൽ തെളിവുണ്ടാക്കി. അപ്പൊ KD ആ മുറിയുടെ വാതിലിന് നേരെ നോക്കുന്നുണ്ട്. അത് കുമാർ ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. KD ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ കുമാർ ആരെയാണ് ആദ്യം കൊല്ലേണ്ടതെന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ നിന്റെ അമ്മ എന്തിനാണ് നീ കൊന്നത് കുമാർ എന്ന് KD ചോദിക്കുന്നു. അത് കേട്ടതും കുമാറിന്റെ ചിരി പോകുന്നു. അപ്പൊ KD വീണ്ടും നീ എന്താ വിചാരിച്ചത്, എനിക്ക് നിന്നെ കുറിച്ച് ഒന്നും അറിയില്ലെന്നോ, നിനക്ക് നിന്റെ അമ്മ ഇഷ്ടമല്ലായിരുന്നു, നിന്റെ അച്ഛന്റെ മരണശേഷം നീ വീട് വിട്ടുപോയി, പിന്നീട് നിന്റെ അമ്മയെ നീ തന്നെ കൊന്നിട്ട് അവളുടെ കാലിലെ മോതിരം കൊണ്ട് നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ പൊട്ടുതൊട്ടു. അതായിരുന്നു നമ്മൾ ആദ്യം രാംപ്രസാദിന്റെ ഫോട്ടോയിൽ നെറ്റിയിൽ കണ്ടത്. നീ ഒരു സൈക്കോ ആണെന്ന് KD പറഞ്ഞപ്പോൾ കലി കയറി കുമാർ ആ അറക്കവൾ തറയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആരെവിടെ സൈക്കോ അല്ലാത്തത്, 12 വയസ്സുള്ള ഒരു പയ്യൻ, അവന്റെ അച്ഛന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ 2 പേരുടെ ജീവിതം ഒരു സ്ത്രീയുടെ ലൈംഗികാസക്തി മൂലം നശിച്ചു, അവൾ എന്റെ അമ്മയായിരുന്നു, അവള് സൈക്കോ അല്ലേ എന്ന് കുമാർ ചോദിക്കണം. അപ്പൊ ഫ്ലാഷ് ബാക്കിൽ ചാൻസുകാരന് രാംപ്രസാദ് അറസ്റ്റ് ചെയ്യപ്പെട്ടതും ആ അപമാനം സഹിക്കാനാകാതെ അയാൾ ആത്മഹത്യ ചെയ്തതും കൊച്ചുകുമാർ അത് കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അലറിക്കറിയുന്നത് നമുക്ക് കാണിച്ചു തരുന്നു. പിന്നീട് ചാൻസി അവളെ സപ്പോർട്ട് ചെയ്ത വിമൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തനമൊക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിരുന്നു. ഒപ്പം അവളുടെ അവിഹിതം തുടർന്നു പോവുകയും ചെയ്തിരുന്നു. എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം കുമാർ അവളെ വീട്ടിൽ വെച്ച് കുത്തി 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 കൊന്നുകളയുന്നു. എന്നിട്ട് അവളുടെ കാലിലെ മോതിരം കണ്ടിച്ചെടുക്കുന്നു. ആ മോതിരമാണ് രാംപ്രസാദിന്റെ ഫോട്ടോയിൽ. എന്നിട്ട് കുമാർ ആരെയെ ചൂണ്ടി ഇവളെ പോലുള്ളവരാണ് എന്റെ അമ്മയെ പോലുള്ള വൃത്തികെട്ടവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്
എന്ന് പറയുന്നു. അപ്പോൾ അതാണ് അവൻ വിമൻസ് വെൽഫെയർ അസോസിയേഷനിലുള്ള സ്ത്രീകളെ മാത്രം കൊല ചെയ്തിരുന്നത്. അപ്പോൾ കേടി, കുമാർ ആര്യ ഒരു നല്ല പെൺകുട്ടിയാണ്, മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് മാത്രമേ അവൾ ചിന്തിക്കാറുള്ളൂ. നിന്റെ അമ്മ വിമൻസ് അസോസിയേഷനിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞ് ബാക്കിയുള്ള സ്ത്രീകളെല്ലാം എന്തിനാ കൊല്ലുന്നത്? അതെന്ത് ലോജിക്കാണെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം ഒരേപോലെയാണെന്ന് കുമാർ പറയുന്നു. അപ്പോൾ കേടി, എല്ലാവരും ഒരേപോലെയല്ല, നീ ചെയ്യുന്നത് നിന്റെ അച്ഛൻ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നിന്നെ കൊന്നേനെന്ന് പറയുന്നു. അത് കേട്ട് ടെൻഷനായ കുമാർ സംസാരിച്ചത് മതി എന്ന് പറഞ്ഞ് അറക്കവാൾ എടുക്കാൻ പോയത് കേടി ഉറക്കെ ചിരിക്കുന്നു. എന്താ കാര്യമെന്ന് കുമാർ ചോദിച്ചപ്പോൾ, നീ പറയുന്നത് ഇതെല്ലാം നിന്റെ അച്ഛന് വേണ്ടിയാണ് നീ ചെയ്യുന്നതെന്നല്ലേ? പക്ഷെ അതേ നീ പറയുന്നു നിന്റെ അമ്മ ഒരു ചീത്ത സ്ത്രീ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ രാംപ്രസാദിന്റെ മകൻ തന്നെയാണെന്ന് എന്താ തെളിവ്? റിസപ്ഷനിൽ നിന്റെ അച്ഛന്റെ ഫോട്ടോ ഞാൻ കണ്ടു, അതും നീയും തമ്മിൽ ഒരു മാച്ചുമില്ല എന്ന് പറഞ്ഞ് കേടി വീണ്ടും ചിരിക്കുന്നു. അത് കേട്ട് കുമാർ ശരിക്കും ടെൻഷനാവുന്നു. അവൻ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തുപോയി റിസപ്ഷനിൽ നിന്ന് രാംപ്രസാദിന്റെ ആ വലിയ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് അത് കേടിയെ കാണിച്ച്, നോക്കടാ എന്റെ കണ്ണും മൂക്കും എല്ലാം അച്ഛന്റെ പോലെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേടി, കുമാർ താങ്ക് യു എന്ന് പറയുന്നു. കേടി ശരിക്കും ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്തിയായിരുന്നു ആ വാതിൽ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് തുറപ്പിക്കാൻ. എന്തിനാണെന്നല്ലേ? കേടി ഉടനെ തന്നെ ഒരു വിസിൽ നീട്ടി അടിക്കുന്നു. ആ വിസിൽ കേട്ടതും അവന്റെ ജീപ്പിനകത്തുണ്ടായിരുന്ന മാക്സ് ഓടി അകത്തേക്ക് വന്ന് കുമാറിനെ കടിച്ചു പറിക്കുന്നു. ആ സമയം കേടി ആ കസേര ഇളക്കി താഴെ വീഴുന്നു. അപ്പോഴേക്കും എങ്ങനെയൊക്കെ വർഷം അങ്ങോട്ട് വരുന്നു. അവൾ കുമാറിനെ ഷൂട്ട് ചെയ്തെങ്കിലും അവൻ അവളുടെ കയ്യിൽ നിന്നും തോക്ക് തട്ടിത്തെറിപ്പിക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും ഇടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കേടി മാക്സിനെ വീണ്ടും വിസിലടിച്ച് വിളിച്ചിട്ട് അവന്റെ കയ്യിലെ കെട്ടി കടിച്ചു മുറിക്കാനായിട്ട് കാണിക്കുന്നു. മാക്സ് അത് കടിച്ചു മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുമാർ വർഷയെ ചവിട്ടിത്തെറിപ്പിച്ച് അവിടെ കിടന്നിരുന്ന തോക്കെടുത്ത് മാക്സിനെ ഷൂട്ട് ചെയ്യുന്നു. മാക്സ് വെടികൊണ്ട് തെറിച്ചു വീഴുന്നു. അവൻ അനക്കൊന്നുമില്ല. ഒരു സെക്കൻഡ് കേടി സ്തബ്ധനായി പോകുന്നു. പക്ഷെ മാക്സ് കേടിയുടെ കയ്യിലെ കെട്ട് പകുതി കടിച്ചു മുറിച്ചിരുന്നു. കേടി ആ കെട്ട് വലിച്ചു പൊട്ടിക്കുന്നു. എന്നിട്ട് മറ്റേ കെട്ടുകളെല്ലാം അഴിച്ച് എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ കുമാർ വർഷയെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എഴുന്നേറ്റ് വന്ന കേടി കുമാറിനെ കറക്കി നിലത്തടിക്കുന്നു. പിന്നീട് കുമാർ വാളെടുത്ത് കേടിയെ വെട്ടാൻ വന്നപ്പോൾ അവൻ അത് തടഞ്ഞ് ആ വാളുകൊണ്ട് തന്നെ കുമാറിന്റെ കാല് മുറിക്കുന്നു. താഴെ വീണ കുമാറിന്റെ മോന്ത അവൻ ഇടിച്ച് പൊളിക്കുന്നു. അപ്പോഴേക്കും അവൻ വല്ലാതെ തളർന്നിരുന്നു. ആര്യയുടെ കാൽച്ചൂട്ടിൽ തന്നെ അങ്ങനെ കേടി ബോധം കെട്ട് വീഴുന്നു. പിന്നീട് വർഷ കേടിയെയും ആര്യയും ആശുപത്രിയിൽ എത്തിക്കുന്നു. വർഷ രജിതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുമാർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് പേടിച്ചിട്ടാണെന്ന് പറയാത്തതെന്ന് രജിത പറയുന്നു. അപ്പൊ അവൾക്കെല്ലാം അറിയായിരുന്നു. അത് കേട്ട് വർഷ കലിപ്പിലാവുന്നുണ്ട്. പിന്നീട് ആശുപത്രി കാണിക്കുന്നു. ആര്യ എവിടെയുണ്ട്? അവൾ ഓക്കെയാണ്. സർജറി കഴിഞ്ഞ് കേടിക്ക് പതുക്കെ ബോധം വരുന്നു. അങ്ങനെ അവനും ഓക്കെയാണ്. അപ്പോൾ കേടി പതുക്കെ ആര്യയുടെ വയറിൽ തൊട്ടപ്പോൾ അവളെ കുഞ്ഞിനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ കേടി മാക്സിനെ അന്വേഷിക്കുന്നു. അവന് വെടി കൊണ്ടിരുന്നല്ലോ. അപ്പോൾ റൂമിന്റെ വെടിയിൽ നിന്നും അതാ സ്ലോ മോഷനിൽ ഓടി വരുന്നു മാക്സ്. അവൻ ഓടി വന്ന് കേടിയുടെ ബെഡിൽ കയറുന്നു. അവന്റെ മുറിവ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അവനും ഓക്കെ. അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ്. പിന്നീട് ADGP വന്ന് കേടിയെ കണ്ട് സോറി പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റിൽ വീണ്ടും ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ കേടി ഒന്നും മിണ്ടാതെ കലിപ്പിൽ അവിടെ നിന്നും പോകുന്നു. അങ്ങേരെ ആര്യയുടെ പ്രൊട്ടക്ഷൻ പിൻവലിച്ചുകൊണ്ടാണ് അവളെ കുമാർ തട്ടിക്കൊണ്ടുപോയത്. ആ കലിപ്പിലാണ് കേടി. പിന്നീട് കേടി രാഘവന്റെയും സഞ്ജനയുടെയും വീട്ടുകാർ ചെന്ന് കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം കേടി അവന്റെ സാധനങ്ങളെല്ലാം എടുത്ത് HIT ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് വന്നപ്പോൾ വർഷ ഓടി വന്ന് അവനൊരു ടേക്ക് കെയർ പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ കേടി, നീ എങ്ങനെയാണ് ഞാൻ ആ ഡെന്റൽ ക്ലിനിക്കിൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ വർഷയെ കേടി ആദ്യം മൈൻഡ് ചെയ്തിരുന്നില്ലല്ലോ. അതുകൊണ്ട് അവൾ കേടിയുടെ വണ്ടിയിൽ ഒരു GPS ട്രാക്കർ വെച്ചിരുന്നു. അവൻ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എങ്ങോട്ടെല്ലാം പോകുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് വർഷ കേടിയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ആ ക്ലിനിക്കിലേക്ക് എത്തുന്നത്. പിന്നീട് കേടിയുടെയും ആര്യയുടെയും കല്യാണം നടക്കുകയാണ്. അവൻ അവന്റെ സഹപ്രവർത്തകരെ എല്ലാവരും ക്ഷണിച്ചിരുന്നു. അക്കൂട്ടത്തിൽ തെലങ്കാനയിലെ HIT ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ടായിരുന്നു. കേടി തെലങ്കാനയിലേക്ക് ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അവന്റെ ട്രാൻസ്ഫർ റെഡി ആയിട്ടുണ്ട്, വേഗം വന്ന് ജോയിൻ ചെയ്യാൻ പറയുന്നു. അവൻ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. പിന്നീട് അഭിലാഷ് കേടിയോട്, ഇവിടെ നിന്റെ സ്ഥാനത്തേക്ക് വരുന്ന പുതിയ ഓഫീസർ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതാരാണെന്ന് കേടി ചോദിക്കുന്നു. അപ്പോ ഒരു ഫോർഡ് എൻഡേവർ വന്ന് നിൽക്കുന്നു വിത്ത് ഒരു കിടിലം BGM. അതിൽ നിന്നും ബൂട്ടിട്ട 2 കാലുകൾ പുറത്തിറങ്ങുന്നു. വീണ്ടും അകത്ത് വർഷ അഭിലാഷിനോട്, നീ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ, അർജുൻ സർക്കാർ, നമ്മുടെ സംസ്ഥാനത്തെ റൂത്ത്ലെസ് പോലീസ് ഓഫീസർമാരിൽ ഒരാൾ. 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണല്ലോ. പക്ഷേ 100 നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടരുത് എന്നാണ് അയാളുടെ പോളിസി. ഒരു ജാതി സൈക്കോ എന്ന് അഭിലാഷ് പറയുന്നു. അപ്പോ ആ എൻഡേവറിന്റെ ബാക്ക് ഡോർ തുറക്കുന്നു മക്കളെ, നമ്മുടെ ചെക്കൻ നാനി ആസ് അർജുൻ സർക്കാർ. കാറിന്റെ ബാക്കിൽ ഏതോരത്തിനെ ചവിട്ടിക്കൂട്ടി കെട്ടിയിട്ടിട്ടുണ്ട്. അർജുന്റെ യൂണിഫോമും അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇട്ടിരിക്കുന്ന വെള്ള ഷർട്ടിന്റെ കയ്യിൽ രക്തക്കറ കണ്ട് അവൻ ആ സ്ലീവ് മടക്കി വെച്ചിട്ട് ഒരു വൈൻ ബോട്ടിൽ എടുത്ത് കേടിയുടെ അടുത്തെത്തി അവന് വിഷ് ചെയ്യുന്നു. എന്നിട്ട് തെലങ്കാനയ്ക്കാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് കേടി പറയുന്നു. അപ്പോൾ അർജുൻ സർക്കാർ ആര്യയെ കാണിച്ചിട്ട്, നീ ഇവളുടെ കാര്യം നോക്കിക്കോ, HITയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും വിത്ത് BGM സ്റ്റൈലായിട്ട് നടന്നു പോകുമ്പോൾ തേർഡ് കേസ് വരാൻ പോകുന്നു എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പോൾ ഇഷ്ടമായോ എല്ലാവർക്കും? HITയുടെ 3ാമത്തെ ഫ്രാഞ്ചൈസി തേർഡ് കേസ് ഓൾറെഡി റിലീസ്ഡ് ആണ്, OTTയിലും വന്നിട്ടുണ്ട്. അപ്പോൾ കഥ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിന്റെ കാരണം ഒന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ രേഖപ്പെടുത്തി ഈ ചാനൽ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സങ്കടങ്ങളിൽ തളർന്നു പോകാതിരിക്കുക. ഞാനുണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും. ടാറ്റാ.